നിസ്സഹായരായ വിനോദസഞ്ചാരത്തിന് പോയി അവിടെയുള്ള സൗന്ദര്യവും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയ നിസ്സഹായരായ 26 മനുഷ്യരെ വെടിവെച്ച് കൊന്നതിൻ്റെ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ബി ദിലീപ് കുമാർ വിവരങ്ങളുമായി തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, അതിശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഏത് തരത്തിലുള്ള തിരിച്ചടിയാണോ വേണ്ടത് ആ തരത്തിലുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. അതിൽ തന്നെ ഈ ബഹാവൽപൂരൊക്കെ മസൂദ് അസറിൻ്റെ സ്വാധീന മേഖലകളാണ്. അവരുടെ ഈ ഭീകരതയുടെ വേര് അവിടെയാണ് നിൽക്കുന്നത്. ആ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ അതിശക്തമായ തിരിച്ചടി. ബി ദിലീപ് കുമാർ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. മിസൈൽ ആക്രമണത്തിലൂടെയാണ് ഇത് നടപ്പാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈന്യമാണ് അത് സംബന്ധിച്ച, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയമാണ് അത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രതികരണങ്ങൾ നടത്തേണ്ടത്. എന്തായാലും കനത്ത നാശനഷ്ടങ്ങൾ ഈ ഭീകര കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇതിനോടകം തന്നെ ഇന്ത്യയുടെ തിരിച്ചടിയുടെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 9 ഇടങ്ങളിലായി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ആക്രമണത്തിൽ വിളറി പിടിച്ചുകൊണ്ട് ചില നടപടികൾ, ചില പ്രകോപനം ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഇന്ത്യ പാക് അതിർത്തിയിലാണ്. അവിടെ പൂഞ്ചിലും ഉറിയിലും രജൌരിയിലും കുപ്വാരയിലുമൊക്കെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യത്തിൻ്റെ പ്രകോപനം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അവിടെയും അതിശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. പുലർച്ചെ 1:44 പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് അത് രാജ്യത്തെ അറിയിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ബി ദിലീപ് കുമാർ തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, നേരത്തെ ഞാൻ ചോദിച്ചത് ഏത് തരത്തിലാണോ അടിക്കേണ്ടത് ആ തരത്തിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നേരത്തെ തന്നെ രാജ്യം ഇന്ത്യ ചൂണ്ടിക്കാട്ടിയതാണ്. ആരാണോ ഈ ആക്രമണത്തിന് സഹായം നൽകിയത്, ആരാണോ ഇതിൻ്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത്, അവരും ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം രാജ്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. ഇപ്പോഴിതാ ലഷ്കർ ഇ ത്വയ്ബ ഭീകര കേന്ദ്രത്തിന് നേരെ, അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രത്തിന് നേരെ, മസൂദ് അസറിൻ്റെ സ്വാധീന മേഖലയായ ബഹാവൽപൂരിലെ കേന്ദ്രത്തിന് നേരെയൊക്കെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ബി ദിലീപ് കുമാർ. റിജിത്ത്, കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നുകൊണ്ട് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ, 9 ഭീകരകേന്ദ്രങ്ങളെ തെരഞ്ഞെടുത്തുള്ള ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് ഒരു വ്യാപകമായ ആക്രമണം എന്നതായിരുന്നില്ല ഇന്ത്യയുടെ ലക്ഷ്യം. മറിച്ച് ഇന്ത്യൻ മണ്ണിൽ കടന്ന് ആക്രമണം നടത്തിയ 26 പേരുടെ ജീവനെടുത്ത ആ കൊലയാളികൾക്ക് തക്കതായ ശിക്ഷ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ ജനവാസ മേഖലകൾക്ക് നേരെയോ ഒരാക്രമണം നടത്താതെ ഭീകരവാദികളുടെ ഭീകരത്താവളങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള ആക്രമണം 9 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. മുരിഡ്ക, ബഹവൽപൂർ, മുസാഫറാബാദ്, കോട്ട്ല എന്നിവിടങ്ങളിലെ 9 സ്ഥലങ്ങളിലായി നടത്തിയ ആക്രമണങ്ങൾക്ക് തിരഞ്ഞെടുത്ത സ്ഥലം തന്നെ വളരെ ശ്രദ്ധേയമാണ്. മുരിഡ്ക എന്നത് ലഷ്കർ ഇ തയ്ബയുടെ ആസ്ഥാനമാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടനയാണ് ഈ ലഷ്കർ ഇ തയ്ബ. അവരുടെ പുതിയ ഒരു സംഘടനയാണ് ഈ ആക്രമണം നടത്തിയത്. അവിടെ അവരുടെ ആ താവളത്തിൽ കടന്നുകൊണ്ട് ഇന്ത്യ ഒരു ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. മുരിഡ്കയിൽ ബഹവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രമാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരത്താവളത്തിൽ കടന്നാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ 9 ഭീകരത്താവളങ്ങൾ തകർത്തിരിക്കുകയാണ് ഇന്ത്യയുടെ സൈന്യം. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി രാത്രി 1:30 നടത്തിയ ആക്രമണമാണ്. ഈ ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ രാവിലെ 10 മണിയോടുകൂടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കും. ഏതായാലും പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വിറങ്ങലിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ അടിയന്തര മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഉചിതമായ മറുപടി നൽകി എന്ന് തന്നെയാണ് ഇന്ത്യയുടെ സൈന്യം ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ എക്സിൽ കുറിച്ചത്. ഉചിത മറുപടി നൽകി എന്ന് തന്നെയാണ്. കൃത്യമായ മറുപടി പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്നു. അത് വളരെ
തികഞ്ഞ ആസൂത്രണത്തോടുകൂടി തികഞ്ഞ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ആക്രമണം തന്നെയാണ് നടത്തിയിരുന്നത്. അവിടെ ഈ പാകിസ്ഥാനിലേക്ക് കടന്നുകൊണ്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ രാവിലെ 10 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരിക്കും അറിയുക. ഏതായാലും ഈ പഹൽഗാം ഭീകരാക്രമണം 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി ഇന്ത്യ നൽകിയിരിക്കുകയാണ്. റീജിത്ത്, ദിലീപ് കുമാർ, ഈ സൈനിക നടപടിക്ക് മുമ്പ് തന്നെ പാകിസ്ഥാനെതിരെ ചില കടുത്ത നിലപാടുകൾ രാജ്യം ഇന്ത്യ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാന്റെ പ്രതികരണം നമ്മുടെ മുമ്പിലുണ്ട്. യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നതാണ് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്ന സമീപനം. പക്ഷേ അതിൽ പാകിസ്ഥാന്റെ പങ്ക് എത്രത്തോളമുണ്ട് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ബോധ്യപ്പെടുത്തുന്നതിലടക്കം ഇന്ത്യ പൂർണ്ണമായി വിജയിച്ചു. അതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. പിന്നീട് അവരെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതിന് വേണ്ട ചില നടപടികൾ സ്വീകരിക്കുന്നത് കണ്ടു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ആ രാജ്യത്തുണ്ടായ പ്രതിസന്ധികൾ നമുക്കറിയാം. ഇതിലിപ്പോൾ കൃത്യമായി പക്ഷേ അപ്പോഴുമൊക്കെ ഒരു സൈനിക നടപടി എപ്പോൾ എന്നുള്ള ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. ഇപ്പോഴിതാ സൈനിക നടപടിയും ഉണ്ടായിരിക്കുന്നു. ബി ദിലീപ് കുമാർ. റീജിത്ത്, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്ഷമയോടുകൂടി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള തിരിച്ചടി എന്ന് പറയാം. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ അവരുടെ സൈനിക വിന്യാസം ശക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ കടന്നുള്ള ഒരു ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ അവരുടെ അനുഭവങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. അത് ഉറി സൈനിക ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ, അതോടൊപ്പം തന്നെ പിന്നീട് CRPF ജവാന്മാർക്ക് നേരെ ശ്രീനഗറിൽ നടത്തിയ ആക്രമണത്തിലുമൊക്കെ ചുട്ട മറുപടിയാണ് ഇന്ത്യ അന്ന് നൽകിയത്. പാകിസ്ഥാൻ മണ്ണിൽ കടന്നുകൊണ്ടുള്ള തിരിച്ചടി 2016-ലും 2018-ലും ഇന്ത്യ നൽകിയിരുന്നതാണ്. അതുകൊണ്ട് അവരുടെ അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിരുന്നു. ഇത് കൂടാതെ തന്നെ വ്യോമസേനയുടെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് ഭയന്നുകൊണ്ട് അവർ അതിർത്തിയിൽ റഡാറുകൾ സ്ഥാപിക്കുകയും നിയന്ത്രണ രേഖയ്ക്ക് സമീപമൊക്കെ കൂടുതലായി വ്യോമസേന സന്നാഹങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ മണ്ണിൽ കടന്നുള്ള ഈ ആക്രമണത്തിന് ചുട്ട മറുപടി നൽകിയേ മതിയാകൂ എന്ന നിലപാട് ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ അതിർത്തിയിൽ പാകിസ്ഥാൻ ഈ സൈനിക വിന്യാസം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു പഴുതുകൾ കണ്ടെത്തി വേണം തിരിച്ചടിക്കാൻ. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ആൾനാശം ഉണ്ടാകാത്ത വിധം ഒരു തിരിച്ചടിയായിരിക്കണം നൽകേണ്ടത്. ഇന്ത്യൻ സൈനികരുടെ ചോര ചിന്താൻ പാടില്ല എന്ന ബോധവും ഇന്ത്യക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദിവസങ്ങളെടുത്ത് ആസൂത്രണം ചെയ്ത് പഴുതുകൾ കണ്ടെത്തി അതേസമയം തന്നെ ഈ ഇന്ത്യൻ മണ്ണിൽ കടന്നുള്ള ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചവർക്ക് അവരുടെ സ്ഥലത്തു കയറിയുള്ള അവരുടെ താവളങ്ങൾ തകർത്തുകൊണ്ടുള്ള ഒരു മറുപടിയായിരിക്കണം നൽകേണ്ടത് എന്ന കാര്യത്തിലും നേരത്തെ തന്നെ ഉന്നതതല ചർച്ചകളിലൊക്കെ ധാരണയായിരുന്നതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ നിലയിൽ, അതായത് കൃത്യമായ പഴുതുകൾ കണ്ടെത്തി പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ മാത്രം തെരഞ്ഞ് 9 സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണം. പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ വളരെ ജാഗ്രതയോടെ നിൽക്കുന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുമ്പോഴാണ് ആ പഴുതുകളിലൂടെ ഇന്ത്യ പാക് മണ്ണിൽ കടന്നുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ, ഇന്ത്യയിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് അതിൻ്റെ സൂത്രധാരന്മാരായ അതിൻ്റെ ആസൂത്രകന്മാരുടെ മടയിലേക്ക് കയറിക്കൊണ്ട് ഇന്ത്യ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. റീജിത്ത്.